ഞാൻ മനാസ് പൊന്നാനി JMTU ആംബുലൻസിലെ ഡ്രൈവറാണ്. ഇന്നലെ വൈകിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്തെന്ന് വെച്ചാൽ, ഇന്നലെ പൊന്നാനി ഹോസ്പിറ്റലിന്റെ മുന്നിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു ഭർത്താവ്, ഭാര്യ, ഒരു 4.5 വയസ്സായ കൊച്ച്, അതുപോലെ ചെറിയൊരു 9-10 മാസം പ്രായമുള്ളൊരു കുട്ടി. ഇവരെ 4 പേരെയും ഞാൻ പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മുടെ ആംബുലൻസ് എടുത്ത് ഞാൻ അവരെ പെട്ടെന്ന് എടപ്പാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സ എന്നുള്ള നിലയ്ക്ക് അവർ ആദ്യം CT സ്കാൻ, എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കുട്ടിക്ക് സീരിയസ് ആയി, കുട്ടിയെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ, 4.5 വയസ്സായ കൊച്ചിനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നോട് നിങ്ങൾ ബില്ല് പേ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവറാണ്, എന്റെ കൂടെ ഇവിടെ വേറെ ആരുമില്ല, നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളോട് ബോസ് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ബില്ല് പേ ചെയ്യാതെ ഫാമിലിയെ രോഗികളെ മാറ്റാൻ പറ്റില്ല എന്ന് അവർ കടംപിടുത്തം പിടിച്ചു. അങ്ങനെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവരോട് യാചിക്കും പോലെ പറഞ്ഞു നിങ്ങൾ എന്റെ ഫുൾ ബയോഡാറ്റ, ലൈസൻസ്, എന്റെ ബാഡ്ജ്, മറ്റുള്ള കാര്യങ്ങൾ, വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ഞാൻ തരാം, ഇവരെ ഫാമിലി വരുന്നവരൊക്കെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ പോയി വന്നിട്ട് ഞാൻ കാശ് തരാമെന്നുകൊണ്ട് പോലും അവർ സമ്മതിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അവൻ പൈസ തന്ന് ഞാൻ ബില്ല് പേ ചെയ്തതിന്റെ ശേഷമാണ് ഈ കുട്ടിയെ പോലും മാറ്റാനുള്ള സന്മനസ് അവർ കാണിച്ചത്. അതിലെടുത്ത് അവർ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ, ഈ ആക്സിഡന്റ് ആയ പേഷ്യൻസിന്റെ പേര്, അതായത് ഈ ആണിന്റെ, പെണ്ണിന്റെ, കുട്ടിയുടെ പേര് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, അറിയാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും ഒരു 10-15 മിനിറ്റ് അങ്ങനെ അവിടെ പോയി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവരെടുത്ത് അമല ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പോൾ കുട്ടി ICUലാണ്, കുട്ടിയെ ICUന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ ഞാനത് നമ്മുടെ കൂട്ടുകാരോട് ഞാൻ വാട്സപ്പ് വഴി എല്ലാവരോടും പ്രചരിപ്പിച്ചപ്പോൾ ഇപ്പൊ അജേട്ടൻ എന്ന് പറയുന്ന അജേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്നോട് നീ ഒന്ന് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയണം, കാരണം CI സാറിന്റെ പരിധിയിലുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ CI സാറിനെ പോയി കണ്ട്. ഞാൻ നമ്മളെ കൂട്ടുകാരൻ നസറു ആംബുലൻസ് ഡ്രൈവറാണ്, അവരും കൂട്ടി ഞങ്ങൾ സ്റ്റേഷനിൽ പോയി CI സാറിനോട് പരാതി പറഞ്ഞപ്പോൾ CI സാറ് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയും അവിടുന്ന് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് നമ്മളെ കൂടെ ഉണ്ട്, CI സാറ്. ഇതാണ് ഇന്നലെ എനിക്കുണ്ടായ അനുഭവം. ഇന്ന് CI സാറ് പറഞ്ഞ് നിങ്ങൾ തന്ന പരാതി ഞാൻ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചയച്ചു. ഇനി അവർ വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇതാണ് ഉണ്ടായത്. എന്തായാലും നമ്മൾ ഒരു ആംബുലൻസ് ഡ്രൈവറിന് ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാ ഒരു പൗരനെന്ന നിലയിൽ മറ്റുള്ളൊരാളുകൾക്ക് ഇതേപോലെ ആക്സിഡന്റ് കണ്ടാൽ എടുക്കാൻ ഭയക്കുന്നതും പേടിക്കുന്നതും മടിക്കുന്നതിന്റെ കാര്യം എനിക്ക് ഇന്നലെയാണ് ബോധ്യമായത്. കാരണം നമുക്കുള്ളൊരു ഒരു പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു ധൈര്യം നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ അല്ലെങ്കിൽ ആംബുലൻസ് സ്റ്റാഫ് എന്നുള്ള ഒരു ധൈര്യമാണ്. നമ്മളെ കൂടെ ഹോം കെയറും ഏഞ്ചൽസും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നിലുണ്ട്. പിന്നെ അതേപോലെ പോലീസുകാരെ നമ്മുടെ പിന്നിലുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒന്നിനും കൊള്ളാത്ത രൂപത്തിലാണ് എടപ്പാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ കിട്ടിയ എനിക്ക് വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് എന്താ വേണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അതിനുള്ള തക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അത്രയ്ക്കും ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം ഒരു 4.5 വയസ്സായ പൈതലിനെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് കെഞ്ചായിരുന്നു അവരെ മുന്നിൽ കിടന്നിട്ട്. ഞാൻ വന്നിട്ട് പൈസ തരാം, എനിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് റെഫർ ചെയ്യാനുള്ളൊരു മാർഗം കാണിക്കുക, ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, എനിക്ക് ഡീസൽ അടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്, എനിക്ക് ഓടിയ പൈസ എനിക്ക് ഒരുപാട് കിട്ടാനുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾ ഇവിടുത്തെ ശമ്പളക്കാരാണ്, ഞങ്ങൾക്ക് മേലെന്നുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ ഈ എടപ്പാൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യുന്നത് എടപ്പാൾ ഹോസ്പിറ്റലിലേക്കാണ്. അവിടുന്ന് അവർ പെട്ടെന്ന് റെഫർ ചെയ്യുന്നത് അമലേക്കാണ്. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ അതറിയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ രോഗി രക്ഷപ്പെടുക, നമ്മളെ കഷ്ടപ്പാട് പടച്ചവനും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ രോഗി രക്ഷപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതിൽ കൂടുതൽ നമുക്ക് വേണ്ട, നമുക്ക് കിട്ടുന്നുമില്ല ജനങ്ങളിൽ നിന്ന്. പക്ഷെ നമ്മളതൊന്നും നമ്മളിപ്പോൾ വിഷയത്തേക്ക് നമ്മൾ വലിച്ചിടേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഈ
രോഗികളെടുത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന അനാസ്ഥ കാരണം ഒരു രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്ന, നമ്മൾ ജീവൻ പണയം വെച്ച് പോകുന്നത് ഒന്നിനും കൊള്ളാതെ, എന്താ പറയാ, ഒരു വെള്ളത്തിൽ വരച്ച വര പോലായോ മാറുമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വല്ലതും സംഭവിച്ചതിനുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ. അപ്പൊ എന്താ വേണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാവും, അതേപോലെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാനും വിചാരിക്കുന്നു.